ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നമുക്ക് നന്ദി പറയാം. അതിലുപരി നമ്മെ ജീവിക്കാൻ അനുവദിച്ച ദൈവത്തിന് അനന്തമായ കാരുണ്യം, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന, സാമ്പത്തികമായിട്ട് പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. ജോബിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 10-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും ബലികെട്ടി സുരക്ഷിതത്വം നൽകി അവന്റെ പ്രവർത്തികളെ അവിടുന്ന് അനുഗ്രഹിച്ചു, അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. നമ്മൾ കടന്നു പോകുന്ന വഴികള് പലതരത്തിലുള്ള തടസ്സങ്ങളായിരിക്കാം. പക്ഷെ സംരക്ഷണ കോട്ട കെട്ടി യേശുനാമത്തിന്റെ ശക്തി നമുക്ക് തന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ഒരു വചനത്തിന്റെ വെളിച്ചത്തില് കർത്താവെ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.